എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു നല്ലൊരു പ്രഭാഷകയും നല്ലൊരു ഫിലോസഫറും ഒക്കെയാണ്. അങ്ങനെ ആവണമെന്ന് വിചാരിച്ചാവുന്നതല്ല. വേദന ഒരു കരുത്താണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വേദനിക്കാത്ത വ്യക്തിത്വമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പുരുഷൻ ചെയ്യുന്നതെല്ലാം സ്ത്രീ ചെയ്യുമ്പോഴാണ് സ്ത്രീ ഈ പറയുന്ന ശക്തയാവുന്നത് അല്ലെങ്കിൽ കരുത്തുറ്റവളാകുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ നിന്ന് നമ്മൾ മാറ്റണം. കുഞ്ഞിനെ കൊണ്ടൊരു പൊതുവേദിയിൽ പോകുന്നു എന്നുള്ളൊരു വിഷയം വന്നപ്പോൾ ശരിക്കും ഒരുപാട് അമ്മമാർ അതിനുശേഷം എന്നെ വിളിക്കുകയും എന്നോട് സംസാരിക്കുകയും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാഷൻ സെൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സർഗാത്മകതയാണ്. ഓഫീസിൽ വരുന്നവരെല്ലാവരും യൂണിഫോർട്ടാണ് വരുന്നതല്ല, ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഒരുങ്ങി വരുന്നത്. മറ്റുള്ളവരെങ്ങനെയാണ് എന്നെ അളക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്നോട് സ്വയം ചോദിക്കുമ്പോൾ ഞാൻ ആത്മാർത്ഥമായി എല്ലായിടങ്ങളിലും ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ ഇടങ്ങളിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനില്ല എന്നായിരിക്കും ഉത്തരം. നമസ്കാരം, വാക്കും മറുവാക്കിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം സീപോർട്ട് MD ശ്രീമതി ദിവ്യ സയറാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സ്വാഗതം. താങ്ക് യു. മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥയാണ്. ഒരു വനിതാ IAS എന്നതിനപ്പുറത്തേക്ക് കോമണായി പറയുകയാണെങ്കിൽ എല്ലാവരുമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങേക്ക് വലിയൊരു ആരാധക വൃന്ദമൊക്കെ ഉണ്ട്. ഇത് ഈ പല പൊതുകാര്യങ്ങളിലും ദിവ്യയുടെ ഇടപെടലുകളും നിലപാടുകളും ഒക്കെയാണ് ഏറെക്കുറെ ചർച്ച ചെയ്യുകയും എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഒരുപാട് മോഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് സേവന മേഖലയിൽ ആതുര സേവന മേഖലയിലായിരുന്നിട്ട് പോലും കുറച്ചുകൂടി എനിക്ക് ജനമധ്യത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പേരിലാണ് ശരിക്കും സിവിൽ സർവീസ് എന്നുള്ള ഒരു കർമ്മമണ്ഡലത്തിൽ വന്നത്. ഇപ്പോൾ ഈ ഒരു തൊഴിലിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ഒരു ഉദ്യോഗത്തിൻ്റെ ഭാഗമായി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഊർജ്ജ സ്രോതസ്സ് എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്, പൊതുജനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, എല്ലാ ദിവസവും എൻ്റെ ഈ ഒരു മേഖലയിൽ ശരിക്കും എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു പുതിയ വ്യക്തിയെങ്കിലും എനിക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഒരു പുതിയ വ്യക്തി, ഒരു അജ്ഞാതൻ അല്ലെങ്കിൽ ഒരു അപരിചിതനെങ്കിലും എനിക്ക് ഈ ഒരു കർമ്മമേഖലയിലായിരിക്കുമ്പോൾ എനിക്ക് കാണാനും പരിചയപ്പെടാനും അവരുമായൊരു സമ്പർക്കം പുലർത്തുവാനും അവരിൽ നിന്നും പഠിക്കാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ വെർച്വൽ വേൾഡിലൂടെ മാത്രമല്ല, നേരിട്ട് എനിക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ചും ഇത്രമാത്രം യാന്ത്രികമായിട്ടുള്ള ഒരു ആധുനിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് നിരന്തരം മനുഷ്യരുമായി സമ്പർക്കം പുലർത്തുകയും അവരുടെ ഈ പറയുന്ന വികാരങ്ങളും ദുഃഖവും സന്തോഷവും അഭിലാഷങ്ങളും പരാതികളും എല്ലാം കേട്ടറിയുകയും അവരുമായി ഇടപഴകാനൊക്കെ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് ശരിക്കും. അപ്പോൾ ഓരോ ദിവസവും ഓരോ പുതിയ വ്യക്തി എനിക്ക് കാണാം, ഒരു പുതിയ വ്യക്തിയെങ്കിലും കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് ഇതിലെ ഉത്സാഹം നിലനിൽക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇങ്ങോട്ട് ലഭിക്കുന്നത് എന്തായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പലപ്പോഴും എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു നല്ലൊരു പ്രഭാഷകയും നല്ലൊരു ഫിലോസഫറും ഒക്കെയാണ്. അങ്ങനെ ആവണമെന്ന് വിചാരിച്ചാവുന്നതല്ല. ഈ പറഞ്ഞ പോലെ എനിക്ക് കുട്ടിക്കാലം മുതലേ വാക്കുകളിൽ അഭിരമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കുട്ടിക്കാലം മുതൽ തന്നെ ഒരു പക്ഷേ ഇപ്പോൾ വീട്ടിൽ തമിഴാണ് സംസാരിക്കുക, സ്കൂളിൽ വരുമ്പോൾ ഇംഗ്ലീഷായിരിക്കും മിക്കവാറും സംസാരിക്കുക, പുറത്ത് പോകുമ്പോൾ മലയാളമാണ് സംസാരിക്കുക എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പല ഭാഷകൾ വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയത് കൊണ്ടായിരിക്കാം ഈ ഭാഷകളോടുള്ളൊരു കൗതുകം എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു പിന്നീട് പുസ്തകങ്ങളിലേക്കുമൊക്കെ പോയത്. അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കാം വാക്കുകളിലൂടെ നമുക്ക് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുകയും മനുഷ്യർ തമ്മിലുള്ള ഒരു അകലം എന്നുള്ളത് ഇല്ലാതാക്കുവാൻ വാക്കുകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതും അങ്ങനെ വാക്കുകളുടെ ഒരു മായാലോകത്തിലേക്ക് ഇങ്ങനെ കടന്നുകൂടാൻ വീണ്ടും വീണ്ടും ഒരു ആസക്തി വരുന്നതുമൊക്കെ അത് ശരിക്കും എനിക്ക് തോന്നുന്നു ടാഗോറിനെ വായിച്ച സമയത്താണ് ഈ വാക്കുകളുടെ ഒരു മാസ്മരികത എന്ന് പറയുന്നത് എനിക്ക് ആദ്യമായി ബോധ്യപ്പെടുന്നത്. എത്രമാത്രമാണ് ഒരു
ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിലൂടെ എത്രമാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക്, ആഴങ്ങളിലേക്ക് ഒരു സാഹിത്യകാരൻ കടന്നു ചെല്ലുന്നത് എന്നുള്ളത് ആദ്യമായി ബോധ്യപ്പെട്ടത് ടാഗോറിനെ വായിച്ച സമയത്തായിരുന്നു എനിക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നൊബേൽ സമ്മാനം ലഭിച്ച സമയത്ത് അദ്ദേഹത്തിന് അവിടെ പോയി, 1913 എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ പോയി വാങ്ങാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഒരു ടെലഗ്രാം അയക്കുകയായിരുന്നു. അപ്പോൾ ആ ടെലഗ്രാമിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത്, ഐ ബെഗ് ടു കൺവേ മൈ ഡീപ്പ് അപ്രീസിയേഷൻ ഫോർ ദ ബ്രെഡ്ത്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഹാസ് ബ്രോട്ട് ദ ഡിസ്റ്റൻസ് നിയർ ആൻഡ് മെയ്ഡ് എ സ്ട്രേഞ്ചർ എ ബ്രദർ എന്നുള്ളതാണ്. അപ്പോൾ സ്വീഡിഷ് അക്കാഡമിയോട് പറയുകയാണ്, ഒരു പക്ഷേ സാഹിത്യത്തിൻ്റെ ലക്ഷ്യമായ അദ്ദേഹം പരമോന്നത ലക്ഷ്യമായി അദ്ദേഹം കണ്ടിട്ടുള്ളത് ആ ഒരു പ്രവൃത്തിയായിരിക്കും. ദൂരത്തുള്ളവനെ ചാരത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ അകലത്ത് നിൽക്കുന്നവനെ അരികത്തണയ്ക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അപരിചിതനെ സഹോദരനാക്കുക, പരിചിതനാക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വാക്കുകൾക്ക് കഴിയും എന്നുള്ള ഒരു ബോധ്യമായിരിക്കാം ഒരു പക്ഷേ കൂടുതൽ സംസാരിക്കുവാനും പ്രസംഗിക്കുവാനും അതുപോലെ ജനങ്ങളുമായി ഒന്ന് സമ്പർക്കം പുലർത്തുവാനും ഒക്കെ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും. ഈ പുസ്തകങ്ങളോടുള്ള ഒരു പ്രണയം അതിന് ഇപ്പോൾ എങ്ങനെയാണ് ഈ തൊഴിലിൻ്റെ ഇടയിൽ വലിയ തിരക്കുള്ളൊരു ഉദ്യോഗസ്ഥയായി മാറിയപ്പോൾ ഒക്കെ എങ്ങനെയാണ് സമയം കിട്ടുന്നത് ഇപ്പോൾ? അങ്ങനെ സമയത്തെക്കുറിച്ച് അധികം ഞാൻ പ്രയാസപ്പെടാറില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അങ്ങനെ ഒരു ചോദ്യം ഞാൻ എന്നോട് ചോദിക്കാറില്ല. എനിക്കിതിനൊക്കെ സമയമുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇല്ല എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ഉത്തരം. എന്ത് ചെയ്യാനാണെങ്കിലും നമ്മളോട് തന്നെ ആദ്യം ഞാൻ ഇനിയിപ്പോൾ നാളെ തൊട്ട് ഇന്ന കാര്യം ചെയ്യാൻ പോവുകയാണ്, എനിക്ക് അതിനുള്ള സമയം ഞാൻ എവിടുന്ന് കണ്ടെത്തും എന്ന് നമ്മൾ സ്വയം ചോദിച്ചാൽ നമ്മൾ എത്ര തിരക്ക് കുറഞ്ഞ മനുഷ്യനായാലും എത്ര തിരക്ക് കൂടിയ മനുഷ്യനായാലും നമുക്ക് സമയമില്ല എന്നുള്ളതായിരിക്കും പ്രാഥമികമായിട്ടുള്ളൊരു ഉത്തരം. അതുകൊണ്ട് ആ ചോദ്യം ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ഞാൻ സമയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എനിക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു ഉദ്യമം അതിലേർപ്പെടണം എന്നുണ്ടെങ്കിൽ അതിൽ ഉത്സാഹപൂർവ്വം എന്നെ സ്വയം നിക്ഷേപിക്കും, അത്രയേ ഉള്ളൂ. സമയം അതിൻ്റെ വഴിക്ക് വന്നോളൂ. അങ്ങനെയാണ് ഇതുവരെ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് എല്ലാവർക്കും യഥാർത്ഥത്തിൽ എന്താ പറയുക, ഈ സമമായി ഭവിക്കുന്നതാണ് സമയം എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും ഒരേ തരത്തിലാണ് സമയമുള്ളത്. പക്ഷെ ആ സമയത്തിന് നമ്മൾ എത്രമാത്രം മൂല്യം നൽകുന്നു എന്നുള്ളതനുസരിച്ചാണ് അതിൽ നിന്ന് നമുക്ക് തിരിച്ച് ഫലങ്ങൾ കൊയ്യാൻ പറ്റുന്നത്. അപ്പോൾ സമയം ഇല്ല എന്ന് പറയുന്നത് ഒരു കാര്യമായിട്ടുള്ള കാരണമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മുടെയൊക്കെ മുൻഗണനകളും പരിഗണനകളും വ്യത്യസ്തമാണ്. അപ്പോൾ അത് മാറി മറിഞ്ഞു വരിക്കുന്നതനുസരിച്ച് നമുക്ക് മുൻഗണന ഏതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ നമ്മളത് തുറന്ന് സമ്മതിക്കാറില്ല, ചിലരത് തുറന്ന് സമ്മതിക്കാറുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടോ അത് നമുക്ക് ചെയ്യാൻ എപ്പോഴും സമയം കണ്ടെത്താനായിട്ട് സാധിക്കും. മുൻഗണനകൾ നിശ്ചയിക്കുന്നിടത്ത് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ പ്രയോറിറ്റിയാണ്. അങ്ങനൊരു IAS ഉദ്യോഗസ്ഥ എന്നതിനപ്പുറം അമ്മയാണ്, ഭാര്യയാണ്. അപ്പോൾ പ്രൊഫഷണൽ സിൻസിയർ ആകുന്നു, വീട്ടിൽ സിൻസിയർ ആകുന്നു. രണ്ടും ഒരുപോലെ സിൻസിയർ കൊണ്ടുപോകാനായി എത്രത്തോളം സാധ്യമാകുന്നു എന്നാണ് അതെനിക്ക് തോന്നുന്നു എൻ്റെ ചുറ്റുമുള്ളവരോടായിരിക്കും ആ ചോദ്യം ചോദിക്കേണ്ടതെന്ന്. പക്ഷേ എൻ്റെ ശ്രമം എന്താണ് എന്ന് ഞാൻ പറയും. അത് നേരാണോ അല്ലയോ എന്നുള്ളത് മറ്റുള്ളവരോടും കൂടെ ചോദിക്കണം. കാരണം അവരാണല്ലോ അത് ശരിക്കും അതിന് സാക്ഷ്യം വഹിക്കുന്നതും എൻ്റെ കൂടെ കടന്നു പോകുന്നതും എന്നോടൊപ്പമുള്ളവരാണല്ലോ. പക്ഷെ എൻ്റെ ഒരു ശ്രമം എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്നത് പോലെ ഐ എം നോട്ട് വെരി ഹാർഷ് ഓൺ മൈസെൽഫ് ഓൺ ദീസ് തിങ്സ്. ഞാൻ എന്നോട് തന്നെ വളരെ കർശനക്കാരിയായിട്ട് ഒരിക്കലും നിൽക്കാറില്ല. നീ ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള തരത്തിൽ ഞാൻ എന്നോട് ഒരിക്കലും ഒരു വളരെ കർശനമായിട്ട് ഇങ്ങനെ വടിയും കൊണ്ട് നിൽക്കുന്ന ഒരു ടീച്ചറിനെ പോലെ ഞാൻ എൻ്റെ അടുത്ത് ഒരിക്കലും നിൽക്കാറില്ല. ഞാൻ എന്നെ സ്വയം എന്താ പറയുക, മനസ്സുകൊണ്ട് സ്വയം തലോടി അതും പറ്റും ഇതും പറ്റും, കുഴപ്പമില്ല. ഒരു ദിവസം ചിലപ്പോൾ അവിടെ കുറച്ച് ശ്രദ്ധ കുറഞ്ഞു എന്ന് വരും, പക്ഷേ അതിനടുത്ത ദിവസം നമുക്ക് ശരിയാക്കി എടുക്കാം എന്നുള്ള ഒരു മട്ടിലാണ് ഞാൻ എന്നോട് പൊതുവെ സ്വയം പെരുമാറാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ രണ്ടിടത്തും അല്ലെങ്കിൽ അധികം ഇടങ്ങളിലും സംതൃപ്തിയാണ് പൊതുവെ ലഭിക്കാറുള്ളത്. എന്നെ സ്വയം ഞാനൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ
പക്ഷെ അത് ഈ പറയുന്ന പോലെ ലോകത്തിന് മുന്നിൽ അത് മതിയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മറ്റുള്ളവരെങ്ങനെയാണ് എന്നെ അളക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്നോട് സ്വയം ചോദിക്കുമ്പോൾ ഞാൻ ആത്മാർത്ഥമായി എല്ലായിടങ്ങളിലും ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അപ്പോൾ അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണതയും ഒരു സംതൃപ്തിയും എനിക്കുണ്ട്. താങ്കൾക്ക് പത്തനംതിട്ട കളക്ടറായി അവിടുന്ന് സ്ഥലമാറ്റം നേടി വരുമ്പോൾ അന്ന് ആ ദിവസം കളക്ടറേറ്റിലെ ജീവനക്കാർ സഹപ്രവർത്തകരൊക്കെ നൽകിയ ആ യാത്രയപ്പ് അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. ഇത് ഈ സഹപ്രവർത്തകരുടെ ഇടയിൽ ഇങ്ങനെ അവരുടെയൊക്കെ ഒരു ഹൃദയത്തിലിടം നേടാൻ എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഈ എല്ലാ ഈ ഉന്നത ഉദ്യോഗസ്ഥ ഉന്നത പദവിയിലൊക്കെ ഇരിക്കുന്ന എല്ലാവർക്കും സാധ്യമാകുന്നൊരു വിഷയമേ അല്ല. അതെനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഓഫീസിൽ ചിലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ നമ്മൾ ജാഗരൂകരായിരിക്കുന്നതിൻ്റെ ഒരു സിംഹഭാഗം നമ്മുടെ സഹപ്രവർത്തകരോടൊപ്പമാണ് ചിലവഴിക്കുന്നത്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ വീട്ടുകാരുടെ കൂടെ ഇരിക്കും. നമ്മളെല്ലാവരും അങ്ങനെയാണ്, ജോലി ചെയ്യുന്നവരെല്ലാവരും ശരിക്കും അങ്ങനെയാണല്ലോ. ബാക്കിയുള്ള സമയം വീട്ടിൽ ഉറങ്ങിയാണല്ലോ തീരുന്നേ, വീട്ടിലിരിക്കുന്നതിൻ്റെ ഒരു വലിയ ഭാഗം. അപ്പം നമ്മൾ ഉണർന്നിരിക്കുന്നതിൻ്റെ ഒരു വലിയ ഭാഗം ശരിക്കും നമ്മൾ നമ്മുടെ ഓഫീസുകളിലും തൊഴിലിടങ്ങളിലും ഒക്കെയാണ് ചെലവഴിക്കുന്നത് ശരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു ഫെർട്ടൈൽ ഗാർഡൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ശരിക്കും. ആ ഒരു എന്താ പറയുക, ഒരു മരുഭൂമി പോലെയല്ല ഞാൻ കാണുന്നത് തൊഴിലിടത്തിനെ. വളരെ നനുനനുത്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരുപാട് പുഷ്പങ്ങൾ പൂക്കുവാൻ സാധ്യതയുള്ള ഒരു പൂങ്കാവനമായിട്ടാണ് ഞാൻ ശരിക്കും അതിനെ കാണുന്നത്. അതിപ്പം കാവ്യാത്മകമായിട്ട് വെറുതെ പറയുന്ന വേണമെങ്കിൽ നമുക്ക് ട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ യഥാർത്ഥമായിട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ഓർമ്മകൾ സൃഷ്ടിക്കാനുള്ള ഒരിടം കൂടിയാണ് നമ്മുടെ തൊഴിലിടം എന്ന് പറയുന്നത്. അതിനോടൊപ്പം നമ്മുടെ കൂടെ സഹപ്രവർത്തകരായിരിക്കുന്ന ഓരോരുത്തരും ശരിക്കും ഒരുപാട് കഥകളും അനുഭവങ്ങളും വ്യത്യസ്ത രീതിയിലുള്ള കഴിവുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ആളുകളാണ്. ഓരോ മനുഷ്യനും ശരിക്കും ഓരോ തരത്തിലുള്ള ഒരു ഗുണമേന്മയുണ്ടായിരിക്കും. അതിനെ ഒന്ന് നോക്കിക്കാണുക എന്ന് പറയുന്നതും നമ്മുടെ ആ ഒരു ടീമിൽ അതിനെങ്ങനെയാണ് സമന്വയിപ്പിക്കുക എന്ന് നോക്കേണ്ടതും ഒക്കെ ഇപ്പോൾ ഈ ഒരു സേവന മേഖലയിലാകുമ്പോൾ സ്വാഭാവികമായൊരു തൊഴിലിടത്തിൽ ഞാൻ വരുമ്പോൾ അതിൻ്റെ ഒരു നേതൃ സ്ഥാനത്തായിരിക്കും ഞാൻ നിൽക്കുക. അപ്പോൾ ആ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ എൻ്റെ ഒരു മൗലികമായിട്ടുള്ള ചുമതലയാണ് അതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ആളുകളെ മാത്രം ഇങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു സംഘം രൂപീകരിക്കുക എന്നുള്ളതിലുപരിയായി ഓരോ വ്യക്തിക്കും അവരവരുടേതായ രീതിയിൽ ഒരു സംഭാവന നൽകാൻ സാധിക്കുമെന്നാണ് ഞാൻ എന്നും എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു അവസരമെങ്കിലും എല്ലാവർക്കും നൽകണം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആരെയും തള്ളിക്കളയാതെ എങ്ങനെയാണ് ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഒപ്പം കൊണ്ടുപോവുക എന്നുള്ള ഒരു രീതിയിൽ പ്രയത്നിക്കാറുണ്ട്. എപ്പോഴും അത് സഫലമാകണമെന്നൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തൊഴിലിടത്തിൽ വരുമ്പോൾ എൻ്റെ ചുറ്റുമുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു നിമിഷത്തിൽ അവരാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ളത്. അപ്പോൾ അവരുടെ തസ്തിക നോക്കിയോ അല്ലെങ്കിൽ മറ്റ് ബാഹ്യമായിട്ടുള്ള ഘടകങ്ങൾ നോക്കിയോ വരുന്നതല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ കയറി കഴിയുമ്പോൾ ശരിക്കും അവിടെ ഞാൻ ഈ പറയുന്ന പോലെ IAS ഉദ്യോഗസ്ഥയും അവരുടെ ബോസും ഒക്കെ ആണ് എന്നായിരിക്കും അവർ ചിലപ്പോൾ കരുതുക. പക്ഷേ വണ്ടിയിൽ കയറി കഴിയുമ്പോൾ നേരെ തിരിച്ചാണ്. ഞാൻ അവരോടും പറയാറുണ്ട്, വണ്ടി കയറി കഴിഞ്ഞാൽ എൻ്റെ ഡ്രൈവറാണ് എൻ്റെ ബോസ്. അപ്പോൾ അതാത് നിമിഷത്തിൽ ശരിക്കും നമ്മൾ ഈ പറയുന്ന ഈ ബാഹ്യ അലങ്കാരങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അത് തൊഴിലിടങ്ങളിൽ വരുമ്പോൾ നമ്മളും അത് മനസ്സിലാക്കുമ്പോൾ ഇവരെല്ലാവരും ഈ പറഞ്ഞ പച്ചയായ മനുഷ്യരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പം അങ്ങനെ ആ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു മൈൻഡ് ഗെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ആ ഒരു മൈൻഡ് ഗെയിം സ്വയം ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാനും സാധിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ തലയിൽ അച്ചിൽ കുത്തി വെച്ച പോലെ അങ്ങ്
അച്ചിൽ വാർത്തെടുത്ത പോലെ അങ്ങ് ഇരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ചുറ്റുമുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കില്ലായിരിക്കും. ആ തസ്തികകൾ മാത്രമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കാൻ തോന്നുന്നു എനിക്ക്. സോഷ്യൽ മീഡിയയിൽ ചിലപ്പോഴൊക്കെ ഇടുന്ന ചില പോസ്റ്റുകൾ, ഒരൊറ്റ ചിത്രങ്ങൾ പോലും ചിലപ്പോഴൊക്കെ വൈറലാവുകയും വലിയ രീതിയിൽ ചർച്ചയൊക്കെ ആകാറുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് ചില വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കാറുമുണ്ട്. ഓരോ സമയത്ത് ഇങ്ങനെ ഓരോ എന്താ പറയുക, ഒരു മുകുളങ്ങൾ പോലെ ഇങ്ങനെ പൊട്ടി വിളക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച പോലും രാധാകൃഷ്ണൻ മിനിസ്റ്റർ പോയപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പോസ്റ്റ് പോലും പിന്നെയും വലിയ രീതിയിലൊക്കെ ചർച്ചയൊക്കെയായി. പക്ഷെ എന്നാലും ദിവ്യ ആ ഒരു നിലപാടിൽ നിന്നും മാറില്ല, അങ്ങനെ തന്നെ പോകും. തൻ്റെ വ്യക്തിത്വ നിലപാട് എന്തായാലും ഇത്തരം കോൺട്രവേഴ്സികളിലൊന്നും അങ്ങനെ മാറാൻ സന്നദ്ധയല്ല. അല്ല, മാറേണ്ട, അങ്ങനെ ആവശ്യമുണ്ടെന്ന് തോന്നിയ കാര്യങ്ങളും മാറാറുണ്ട്. ഞാനങ്ങനെ ഒരിക്കലും വളർച്ചയ്ക്കെതിരായിട്ട് ഞാൻ ഒരിക്കലും നിന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നിലപാടുകൾ എന്ന് പറയുന്നതും വളർച്ച എന്ന് പറയുന്നതും പരസ്പര പൂരകങ്ങളാണ് ശരിക്കും. ചിലപ്പോൾ ഇപ്പം എന്നെ 10 വർഷത്തിന് മുമ്പ് കണ്ടിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ കാണുമ്പോൾ, അല്ലെങ്കിൽ 10-15 വർഷങ്ങളായി എന്നെ അറിയാവുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ എന്നെ നോക്കി കാണുമ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ദിവ്യ അയ്യരാണോ ഇതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അല്ലായിരിക്കും. ആക്ച്വലി അല്ലായിരിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം 10 വർഷങ്ങളിൽ എൻ്റെ ഉള്ളിലൊരു വളർച്ച ഉണ്ടാവണം. അപ്പോൾ അന്ധമായ നിലപാടുകളോട് കിടപിടിക്കണം എന്ന ഒരു വ്യാജേന വളർച്ചയെ ഒരിക്കലും മുരടിപ്പിക്കരുത് എന്നുള്ള ഒരു പക്ഷക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വളർച്ച ഉണ്ടാകണം, മാറ്റങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ കഴിഞ്ഞ ഒരു ഈ പറഞ്ഞ പോലെ ഏതൊരു അഭിമുഖത്തിൽ ശബരി എന്നെ ഇങ്ങനെ കളിയാക്കുകയുണ്ടായിരുന്നു. കുറേ കാലം മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫേസ്ബുക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ ഡിക്ലറേഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഫുൾ ടൈം ഇൻസ്റ്റയിലാണ് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ സമ്മതിക്കുകയായിരുന്നു. അതെ, ഞാൻ മാറിയിട്ടുണ്ട്, ഞാൻ മാറില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇൻഫാക്ട് ഞാൻ മാറണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ എപ്പോഴാണോ അതിന് തയ്യാറായത് ഞാൻ അപ്പോൾ അതിൽ പ്രവേശിച്ചു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നിലപാടുകൾ എന്ന് പറയുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ എനിക്ക് ബോധ്യമാകുന്ന തരത്തിൽ ഒരു മാറ്റം ആവശ്യമാണ് എന്ന് എനിക്ക് ബോധ്യമാകുന്ന തരത്തിലുണ്ടായാൽ തീർച്ചയായിട്ടും മാറാൻ തയ്യാറാണ്. പക്ഷേ ഈ പറയുന്ന വിവാദങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പല അഭിപ്രായങ്ങളും, ചിലത് അനുകൂലമായിരിക്കാം, ചിലത് പ്രതികൂലമായിരിക്കാം. പക്ഷെ അതിൻ്റെ ഒരു ഏറ്റവും നല്ല വശം എന്ന് പറയുന്നത് അത്രമാത്രം അപ്രതീക്ഷിതമായിട്ടാണ് അത് ഉണ്ടാകുന്നതെന്നുള്ളതും, 2 അത്രമാത്രം സ്വാഭാവികതയോടുകൂടി, അല്ലെങ്കിൽ എന്താ പറയുക, സ്പോണ്ടേനിറ്റി എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ അത്ര നൈസർഗികമായ അതിങ്ങനെ പൊട്ടിമുളച്ചങ്ങ് വരികയാണ് പലപ്പോഴും. അത് പലപ്പോഴും എന്നെയല്ല, ഒരു പക്ഷേ പറയുന്ന ആളുകൾക്ക് അവരുടെ ഉള്ളിലെ മാറ്റത്തിൻ്റെ ഒരു തുടക്കമായിരിക്കാം അതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ, ഒരു അമ്മ കുഞ്ഞിനെ കൊണ്ടൊരു പൊതുവേദിയിൽ പോകുന്നു എന്നുള്ളൊരു വിഷയം വന്നപ്പോൾ ശരിക്കും ഒരുപാട് അമ്മമാർ അതിനുശേഷം എന്നെ വിളിക്കുകയും എന്നോട് സംസാരിക്കുകയും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രത്യക്ഷമായും പരോക്ഷമായും മറ്റൊരു ഇതുപോലെ മാധ്യമങ്ങളിലൂടെയും മാധ്യമപ്രവർത്തകരിലൂടെയൊക്കെ ഒരുപാട് പേർ എന്നെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വരെ മാധ്യമങ്ങളിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട്. അപ്പം അതിപ്പോൾ ഞാൻ ചെയ്ത കാര്യം വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ടല്ല, അവരിങ്ങോട്ട് BBC എന്നെ വിളിച്ച് അഭിമുഖം നടത്തിയപ്പോൾ പോലും പറഞ്ഞത്, സമൂഹത്തിൽ, കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ഇപ്പോഴും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെയൊക്കെ ഇടയിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില എന്താ പറയുക, ചില മൗലികവാദിത്വമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ, ചില സങ്കുചിത മനോഭാവമുണ്ട്. അതേപോലെ തന്നെ അത്രയും വിശാലമായി ചിന്തിക്കുന്ന പുരോഗമനവാദികളായിട്ടുള്ള മനുഷ്യർ നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോരോ മുഖങ്ങൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. നെഗറ്റീവ് കമൻസ് വരുമ്പോൾ വേദനിക്കുന്ന ഒരു വനിതയാണോ, അല്ലെങ്കിൽ വ്യക്തിത്വമാണോ, അതൊക്കെ പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് പറയുന്ന ബോൾഡായ ഒരു വ്യക്തിത്വമാണോ അങ്ങ്? വേദന ഒരു കരുത്താണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വേദനിക്കാത്ത വ്യക്തിത്വമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് വേദന ഉണ്ടാവും, എനിക്ക് വിഷമം ഉണ്ടാവും, എല്ലാവരും പോലെ തന്നെയാണ്. ഈ വികാരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഒരു വികാരം മാത്രം നമുക്ക് വന്നിട്ട് മറ്റേതെല്ലാം ഇങ്ങനെ വേറൊരു ബോക്സിനകത്തിട്ട് വെക്കാൻ പറ്റുന്ന കാര്യം അല്ലല്ലോ.
എനിക്ക് ഈ ചിരിയും സന്തോഷമൊക്കെ വരുന്ന പോലെ തന്നെ അത്രയും തീവ്രമായിട്ട് കരച്ചിലും വരും, വേദനയും ഉണ്ടാവും, ഒക്കെ സംഭവിക്കും. പക്ഷെ ആ വേദന എന്ന് പറയുന്നതും ആ കണ്ണീരെന്ന് പറയുന്നതൊക്കെയാണ് എൻ്റെ കരുത്തും. അതിനെ മറച്ചു വെക്കുക അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ എന്താ പറയുക ഫ്രീസ് ചെയ്ത് വെക്കുക എന്ന് ഈ പറയുന്ന പോലെ അങ്ങനെ ചെയ്ത് വെക്കുന്നത് ഒരിക്കലും ഒരു കരുത്താണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മനുഷ്യന് വികാരങ്ങൾ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ അത് പ്രകടിപ്പിക്കാനുള്ളതാണ്, ചില സമയങ്ങളിൽ നമ്മൾ സ്വയം തിരിച്ചറിയാൻ മാത്രമുള്ളതാണ്. എല്ലാ സമയങ്ങളിലും വികാരങ്ങൾ പ്രകടിപ്പിക്കണം എന്നില്ല, എല്ലാവരോടും അത് പ്രകടിപ്പിക്കണം എന്നില്ല, എല്ലാ സന്ദർഭങ്ങളിലും പ്രകടിപ്പിക്കണം എന്നില്ല. പക്ഷെ നമ്മളത് തിരിച്ചറിയണം. അത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളോട് തന്നെയായിരിക്കും അത് പ്രകടിപ്പിക്കുക. ഒരു ആത്മപ്രകടനം വികാരങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. പലപ്പോഴും വേദന ഉണ്ടാകുമ്പോൾ, വിഷമം ഉണ്ടാകുമ്പോൾ എനിക്ക് പൊട്ടിക്കരയാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ തരത്തിലൊരു ഇടം ആ ബന്ധത്തിലുള്ള ചില വ്യക്തികൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അവരോട് ചിലപ്പോൾ അത് ഞാൻ പങ്കുവെക്കുമായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ എന്നോട് തന്നെയായിരിക്കും ഞാനത് പങ്കുവെക്കുക. പക്ഷേ വിഷമം ഉണ്ടാവാറില്ല, വേദന ഉണ്ടാവാറില്ല എന്നൊന്നും ഞാൻ പറയില്ല, എല്ലാം ഉണ്ടാവാറുണ്ട്. അതൊരു ബലഹീനതയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്നവർ, സർക്കാർ ഉദ്യോഗസ്ഥർ, അവർ ഈ ജോലി തിരക്കുകൾക്കിടയിലും ചില റീൽസൊക്കെ ചിത്രീകരിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിൽ. ഇപ്പോൾ അടുത്ത കാലത്ത് പോലും തിരുവല്ല നഗരസഭയിൽ ആ ഒരു അവധി സമയത്താണ്, ഒരു ഞായറാഴ്ച അവധി ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ ഒരു വിശ്രമവേളയിൽ ചിത്രീകരിച്ച റീൽസ്. പക്ഷേ അതൊക്കെ കുറേ പേര് അത് ഏറ്റെടുത്തു. പക്ഷേ നെഗറ്റീവ് കമൻസുകളൊക്കെ വരുന്നുണ്ട്. തിരക്കുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള അവരുടേതായ സർഗാത്മകതകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണോ, അത് തന്നെയാണോ നമ്മൾ പിന്തുടരേണ്ടത്? സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നവർ ശരിക്കും യന്ത്രങ്ങളല്ല. നമ്മളെല്ലാവരും ഏതൊരു കർമ്മമണ്ഡലമായാലും നമുക്ക് എല്ലാവരുടെയും ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സർഗാത്മകതകളുണ്ട്. അവയെ ഈ പറയുന്ന പോലെ നമുക്ക് അതിന് പറ്റിയ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ പ്രകടിപ്പിക്കാറുള്ളത്. വികാരങ്ങൾ പോലെ തന്നെയാണ് അവയും. അപ്പോൾ അത് നമ്മുടെ ഈ പറയുന്ന കൃത്യനിർവഹണത്തെ ബാധിക്കാത്ത തരത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ജോലിയോടും ദൗത്യത്തോടും ഒക്കെ തന്നെ കൂടുതൽ കൂറു പുലർത്തുവാൻ സാധിക്കുന്ന തരത്തിൽ, അതിന് ഊർജം പകരുവാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ സർഗാത്മകത നമ്മൾ ഇപ്പോൾ ഈ കണ്ട ഒരു സാഹചര്യം ഉൾപ്പെടെ ആളുകൾ പ്രകടിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും അതൊരു വൺ സ്റ്റെപ്പ് ബാക്ക്വേർഡ് അല്ല, വൺ സ്റ്റെപ്പ് ഫോർവേഡ് ആണെന്ന് ഞാൻ കാണുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഈ പറയുന്ന ഉദ്യോഗം എന്ന് പറയുന്നത് വിരസതയോടുകൂടി, മടുപ്പോടുകൂടി, ഒരു ഭാരമായി കണക്കാക്കിക്കൊണ്ട് പൊതുജന സേവനം എന്നുള്ളത് ഒരു ബാധ്യതയായി നിർവഹിക്കുന്ന യന്ത്രങ്ങളെ അല്ല നമുക്ക് വേണ്ടത്. ഈ പറഞ്ഞ പൊതുജന സേവനം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ സിവിൽ സർവീസ് എന്നുള്ളത് എൻ്റെ ഒരു കാര്യം മാത്രമല്ല, ഒരുവിധം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കും. നമുക്ക് നേരിട്ട് ജനങ്ങളുമായി ഇടപഴകി മജ്ജയും മാംസവും വികാരങ്ങളും വേദനയും ഒക്കെയുള്ള മനുഷ്യരുമായി ഇടപഴകിക്കൊണ്ട് അവർക്കാണ് നമ്മൾ ഈ പൊതുജന സേവനം നൽകുന്നത്. അപ്പോൾ അവർക്കത് നൽകുമ്പോൾ അതെല്ലാം ഒപ്പിയെടുക്കുവാനുള്ള മനസ്സിൻ്റെ ഒരു വിശാലത നമുക്കും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സർഗാത്മകത എന്ന് പറയുന്നതും നമ്മുടെ ജൈവികമായിട്ടുള്ളൊരു ഭാഗമാണ്. അതിനെ മാത്രം ഈ ഒരു സമയം മുതൽ ഈ ഒരു സമയം വരെ അതിനെ മാത്രം നമ്മളിങ്ങനെ അടച്ചുപൂട്ടി വെക്കണം എന്നൊക്കെ പറയുന്നത് വളരെ കൃത്രിമമായിട്ടുള്ള ഒരു പ്രതീക്ഷയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അതിൻ്റെ ഈ പറയുന്ന വിമർശനം എന്ന് പറയുന്നത് ഇപ്പോൾ ജോലിക്ക് വരുന്ന ഇതിനു വേണ്ടിയിട്ടാണോ എന്ന് കണ്ണ് ചുമട്ടുന്നവരുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടല്ല അവർ ജോലിക്ക് വരുന്നത്. പക്ഷേ ജോലിയെ കൂടുതൽ ഉത്സാഹത്തോടു കൂടിയും ആസ്വാദ്യപൂർണമായും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന ജോലിയുടെ ഫലം എന്നുള്ളതിനെ കൂടുതൽ മികവുറ്റതാക്കുകയുള്ളൂ. അപ്പോൾ അത് എവിടെയാണ് ആ ഒരു സന്തുലിത പാലിക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയണം. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഇടയിൽ ഈ പറയുന്ന വളരെ നല്ല രസമായിട്ട് തമാശ പറയുന്ന ആളുകളുണ്ടായിരിക്കും നമ്മുടെ കൂടെ ജോലിക്ക് നിൽക്കുന്നവർ. എൻ്റെ അമ്മയൊക്കെ ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ പറയുന്ന ഓരോ ആളുകളെ കുറിച്ച് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പിന്നെ ഓഫീസിൽ വരുന്ന ദിവസം എല്ലാവരും ഫുൾ പൊട്ടിച്ചിരിയായിരിക്കും എന്ന് പറയും, ഭയങ്കര തമാശയാണെന്ന് പറയും. അപ്പം അങ്ങനെ നർമ്മബോധമുള്ള ആളുകൾ നമ്മുടെ ഒരു ടീമിലുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ മുറി തന്നെ ഇങ്ങനെ ലൈറ്റ് ഓൺ ചെയ്ത പോലെ ആയിരിക്കും. അപ്പോൾ അതും ഒരു സർഗാത്മകതയാണ്. അത് പക്ഷേ നമ്മൾ ഒരു പക്ഷേ പോയി പഠിക്കാത്ത പാട്ട് ക്ലാസ്സിൽ പോകുന്ന പോലെ നർമ്മം പഠിക്കാൻ പോകാത്തതുകൊണ്ടായിരിക്കും അതിനെ ഈ പറയുന്ന ഒരു ലംഘനമായിട്ട് കാണാത്തത്. പക്ഷെ അതും ഒരു സർഗാത്മകതയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കാർട്ടൂൺ വരയ്ക്കുന്ന ആളുകളുണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ, കാരിക്കേച്ചർ വരയ്ക്കുന്ന ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പാരഡി പാടുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിൽ പിന്നെ സർഗാത്മകതയുണ്ട്.
അതിൽ ഇപ്പോൾ കോമ്പറ്റീഷൻ ഐറ്റംസ് മാത്രമാണ് സർഗാത്മകത എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അപ്പം എല്ലാ തരത്തിലുള്ള നല്ല രീതിയിൽ ഇപ്പം ഫാഷൻ സെൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സർഗാത്മകതയാണ്. ഓഫീസിൽ വരുന്നവരെല്ലാവരും യൂണിഫോർട്ടാണ് വരുന്നതല്ല, ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഒരുങ്ങി വരുന്നത്. അപ്പോൾ ആ ഒരുക്കം എന്ന് പറയുന്നത് ഒരു സർഗാത്മകതയുടെ പ്രകടനമാണല്ലോ. അപ്പം അതിന് പോലും വിമർശനങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. ഓഫീസിൽ വരുന്നത് എന്ത് രീതിയിലാണ് വരുന്നത്, എന്ത് വേഷമാണ് ധരിച്ചിരിക്കുന്നത് ഒക്കെ കുറിച്ചും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതെല്ലാം ശരിക്കും ഒരു 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 വലിയൊരു ക്യാൻവാസാണ് സർഗാത്മകത എന്ന് പറയുന്നതിൻ്റെ. അപ്പോൾ അതിനെല്ലാത്തിനും അതിൻ്റേതായ ഈ ഒരു സന്തുലിതാവസ്ഥ പാലിച്ചു പോയാൽ തീർച്ചയായിട്ടും സർഗാത്മകത കൂടുതൽ പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ നമ്മുടെ ടീമിൽ അംഗങ്ങളാകുമ്പോൾ ആ ടീമിൻ്റെ മൊത്തം ഒരു ഊർജ്ജസ്വലത വർദ്ധിക്കുമെന്നുള്ളതാണ് എൻ്റെ അനുഭവം. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും. അപ്പോൾ അങ്ങ് ഈ സിവിൽ സർവീസിൽ പ്രവേശിച്ച് വർഷങ്ങൾ ഇത്ര പിന്നിടുമ്പോൾ ആ തുടങ്ങിയ സമയത്ത് സിവിൽ സർവീസിൽ എൻട്രി ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് പൊതുരംഗത്ത് ഏറ്റവും കൂടുതൽ നേരിട്ട് ജനങ്ങളുമായി ഇടപെടുന്ന ഒരു വ്യക്തിത്വം കൂടി തന്നെയാണ്. വർഷങ്ങൾക്കിപ്പുറം എന്തെങ്കിലും രീതിയിലൊരു മാറ്റം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ടോ? തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും മാറ്റം സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ അത് എല്ലാ ഇടങ്ങളിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനില്ല എന്നായിരിക്കും ഉത്തരം. പല തൊഴിലിടങ്ങളും കൂടുതൽ ഈ പറയുന്ന പോലെ സ്ത്രീ സൗഹാർദ്ദമായി മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പദം വിനിയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളത് പോലും ലജ്ജാവഹമാണ് ഇപ്പോഴും. കാരണം സ്ത്രീയും പുരുഷനും മറ്റുള്ളവരും എല്ലാവർക്കും ഒരേപോലെയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഇടങ്ങളായിരിക്കണം തൊഴിലിടങ്ങൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മൗലികമായി അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കുവാൻ നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യവും. അപ്പോൾ എനിക്ക് തോന്നുന്നു പല ജോലികളും ഇപ്പോൾ ഒരു കായിക ബലത്തിൻ്റെ അകമ്പടിയോടുകൂടി ചെയ്യേണ്ടുന്ന പല തൊഴിലുകളും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള തൊഴിലിടങ്ങളിൽ ഒരു പക്ഷേ ഇപ്പോഴും സ്ത്രീകൾക്ക് ഈ പറയുന്നത് പോലെ ഒരു സമാനമായിട്ടുള്ള രീതിയിലെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായിരുന്നു. എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ അധികം സ്ത്രീകളാണ്. ഒരു 90% തൊഴിലിടങ്ങളും സൃഷ്ടിക്കുന്നത് കേരളത്തിൽ സ്ത്രീകളാണ്. അവയിലും കുറച്ച് പ്രായമായ സ്ത്രീകളാണ് ഏറെ. അതായത് 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ് വരെയുള്ള കൂടുതലുള്ള സ്ത്രീകളും നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പണിയെടുക്കാൻ പോകുമ്പോഴും ഇപ്പോൾ ഒരു കുഴി വെട്ടണമെന്നുണ്ടെങ്കിൽ പോലും ഒരു മൺവെട്ടി അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ പോലും ഒരു ശരാശരി പുരുഷൻ്റെ ഹൈറ്റും വെയ്റ്റും കായിക ബലവും ഒക്കെ അനുസരിച്ചാണ് അവർക്ക് ഉപയോഗിക്കാനാണ് ശരിക്കും ഒരു മൺവെട്ടി ഭാരതത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു സ്ത്രീയുടെ, അതും ഒരു 40 വയസ്സോ 50 വയസ്സോ ഉള്ള ഒരു സ്ത്രീയുടെ ശരാശരി ഹൈറ്റും വെയ്റ്റും കായിക ബലവും ഒന്നും അനുസരിച്ചല്ല ഈ പണിയായുധങ്ങളൊന്നും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പണിയായുധങ്ങൾ ശരിക്കും സ്ത്രീ സൗഹൃദമായിട്ടുള്ള പണിയായുധങ്ങൾ കൊടുത്താൽ തന്നെ ഇവർ ചെയ്യുന്ന ജോലിയുടെ കാര്യക്ഷമത വർദ്ധിക്കും. അത് അത്രയും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം നമുക്ക് എത്ര വർഷങ്ങളായിട്ട് തിരിച്ചറിയാനോ അതിലൊരു മാറ്റം കൊണ്ടുവരാനോ നമുക്ക് സാധിച്ചിട്ടില്ല. അത് ഇപ്പം ഞങ്ങൾ എന്നിട്ട് പിന്നെ ദേശീയ തലത്തിൽ അത് ആ ഒരു വിഷയം ഉന്നയിക്കുകയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൽ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള അവിടെ നമ്മൾ സ്ത്രീകൾക്ക് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂൾസ് നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളത് ഒരു പ്രപ്പോസൽ നമ്മൾ കൊടുക്കുകയും അവിടെ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി അത് നിർമ്മിക്കുകയൊക്കെ ചെയ്യാനുള്ളൊരു സാഹചര്യം നമുക്കുണ്ടായി. പക്ഷേ ഇപ്പോഴും അത് നമുക്ക് വ്യാപിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്ക് തന്നെ അത് എല്ലാവർക്കും അറിയാം. നമ്മുടെ കൈയുടെ ഒരു അളവാണെങ്കിലും കായിക ബലത്തിൻ്റെ കായിക ശേഷിയുടെ ഒരു തോതാണെങ്കിലൊക്കെ അതിലൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നതിൽ ഈ പറയുന്ന സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ജൈവികമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഉൾക്കൊണ്ട് വേണം നമ്മൾ ഈ സമത്വം സൃഷ്ടിക്കാനായിട്ട്. പുരുഷൻ ചെയ്യുന്നതെല്ലാം സ്ത്രീ ചെയ്യുമ്പോഴാണ് സ്ത്രീ ഈ പറയുന്ന ശക്തയാവുന്നത് അല്ലെങ്കിൽ കരുത്തുറ്റവളാകുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ നിന്ന് നമ്മൾ മാറ്റണം. അങ്ങനെ അടിസ്ഥാനമായി ഈ പഠനങ്ങൾ നടത്തിയും സ്ത്രീകൾക്ക് അവരുടെ കായികക്ഷമത അല്ലെങ്കിൽ അവരുടെ തൊഴിലിടങ്ങളിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹാർദ്ദമാവുകയുള്ളൂ. നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പം എല്ലാ ഓഫീസുകളിലും നമുക്ക്
നിയമപ്രകാരം തന്നെ ഒരു കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി, സ്ത്രീകൾക്കെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിനുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്നുണ്ട്. അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവയെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള മാർഗങ്ങൾ മാത്രമാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളിപ്പോഴും ആലോചിച്ചിട്ടില്ല. തൊഴിലിടങ്ങളിൽ ഈ പറയുന്ന കുഞ്ഞുങ്ങളുള്ള അമ്മമാർ എന്ത് ചെയ്യുമെന്നുള്ളത് മുതൽ, ഈ പറഞ്ഞ പണിയായുധങ്ങൾ മുതൽ, ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ ഇരിക്കുന്ന കസേരകൾ പോലും പലപ്പോഴും ഒരു സ്ത്രീയുടെ ശരീരത്തിന് യോജിച്ചതാണോ അല്ലയോ. എർഗോണമിക്സ് എന്ന് പറയുന്ന ഒരു വലിയ ശാഖ തന്നെയുണ്ട് ലോകത്തിൽ. വർക്ക് എൻവയൺമെൻറ്റ് എങ്ങനെയാണ് നമ്മൾ സൗഹാർദ്ദപരമാക്കുക അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കസേരകൾ പോലും എത്രമാത്രം സ്ത്രീ സൗഹൃദമാണ്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാർ പലപ്പോഴും എന്നെ കളിയാക്കും, ദിവ്യ പോകുന്നിടത്തൊക്കെ കസേരയും കൊണ്ടാണ് പോകുന്നതെന്ന് പറയും. കാര്യം മറന്നല്ല, ഈ മിക്കവാറും ഞങ്ങൾക്ക് ഇരിക്കാനുള്ള കസേരയും മറ്റേ ഉരുളുന്ന കസേരയായിരിക്കും, താഴെ റൊട്ടേറ്റിംഗ് വീൽസ് ഉള്ള കസേരയായിരിക്കും. അപ്പോൾ ഈ ഉരുളുന്ന കറുത്ത കസേരയിൽ കയറി ഇരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിന് ഒട്ടും യോജിച്ചല്ല. എന്നെ മിക്കവാറും സാരി ഉടുത്ത് വരുന്ന ഞാൻ അനവധി തവണ ഈ സാരി ആ വീലിൻ്റെ അടിയിൽ കുരുങ്ങി പോകുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ശ്രദ്ധ എനിക്ക് എൻ്റെ കസേരയിൽ പതിപ്പിക്കാനുള്ളതല്ല. ഞാൻ ജോലിയിലിരിക്കുമ്പോൾ I have to be completely oblivious of my environment when I am at work so that I focus on my work. അപ്പോൾ ഞാൻ എൻ്റെ ഏത് ഓഫീസിൽ പോയാലും ഞാൻ ആദ്യം ചെയ്യുക ആ ഉരുളുന്ന കസേര എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. കാരണം സാരി എടുത്ത് വരുന്ന എനിക്ക് അതിൽ കയറി ഇരിക്കാനുള്ള ധൈര്യമില്ല. അത് ചിലപ്പോൾ ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായി സാരി ഉടുത്ത് ഓഫീസിലേക്ക് വരുന്ന എനിക്ക് ഇരിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കസേരയാണ് അതെന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനത് മാറ്റാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അധികം കറങ്ങാത്ത ഈ വീലുകളില്ലാത്ത കസേര ഞാൻ പൊതുവെ ഉപയോഗിക്കുക. അപ്പോൾ അതുപോലെ ഓരോ ചെറിയ കാര്യവും, ഇപ്പം നമ്മുടെ തന്നെ ഓഫീസുകളിൽ ഒരു സാനിറ്ററി പാഡ് ഡിസ്പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടോ, അല്ലെങ്കിൽ സ്ത്രീകൾക്കായിട്ടുള്ള ടോയ്ലറ്റ് തന്നെ ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും തൊഴിലിടങ്ങളിൽ ഉയർത്തേണ്ടതായിട്ടുണ്ട്. പല ഓഫീസുകളിലും ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അതിപ്പോൾ സർക്കാരാണെങ്കിലും നമ്മുടെ സ്വകാര്യ മേഖലയാണെങ്കിലും പൊതുമേഖലയാണെങ്കിലും ഒക്കെ ഇതെല്ലാം ഒരേപോലെ ബാധകമാണ്. അപ്പോൾ ഇങ്ങനത്തെ മാറ്റങ്ങൾ സ്ത്രീ സൗഹൃദമാക്കുക എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതല്ല. സ്ത്രീകൾക്ക് സ്ത്രീകളായി വളരെ സുഗമമായി ജോലി ചെയ്യുവാനുള്ള സാഹചര്യവും സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പൊതുവെ രാഷ്ട്രീയത്തിൽ എപ്പോഴും സ്ത്രീകളൊക്കെ രാഷ്ട്രീയ നേതാക്കൾ, വനിതകളായ രാഷ്ട്രീയ പ്രവർത്തകർ, അതൊരു നേതാവെന്ന പദവിയിൽ എത്തിയാൽ പോലും എപ്പോഴും പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ പറയാറുണ്ട് ഒരു പുരുഷൻ്റെ ഒരു മേധാവിത്വം രാഷ്ട്രീയത്തിലുണ്ട്. സിനിമകളിലും പ്രമുഖരായ നടികൾ പരസ്യമായും അല്ലാതെ അവരും പറയാറുണ്ട്. ആ ഒരു ഒരു വിഷമത്തോടുകൂടി തന്നെ പറയാറുണ്ട് പുരുഷൻ്റെ ഒരു മേധാവിത്വമൊക്കെ. ബ്യൂറോക്രാറ്റ്സിനിടയിൽ ഈ വലിയൊരു പദവിയിൽ, സിവിൽ സർവൻസ് ഈ വലിയൊരു പദവിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ രീതിയിലൊരു വേർതിരിവോ വിവേചനമോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടോ? വ്യക്തിപരമായി എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം എനിക്ക് എന്തെങ്കിലും തരത്തിൽ ഞാൻ പറയുന്ന വാക്കിന് ഒരു ഗൗരവത ഇല്ലാതെ എടുത്തുന്നു, അങ്ങനെ ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള ഒരു വിവേചനവും ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം എനിക്ക് അനുഭവപ്പെട്ടു എന്ന് എനിക്ക് എൻ്റെ ഈ 10 വർഷത്തെ സിവിൽ സർവീസ് ഉദ്യോഗത്തിൽ തോന്നിയിട്ടില്ല. പക്ഷേ ഒരു സ്ത്രീയായി സിവിൽ സർവൻ്റ് അല്ലെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഞാനും അനുഭവിക്കുന്നുണ്ട്. അത് സിവിൽ സർവൻ്റ് ആയതുകൊണ്ടല്ല, അതായത് സിവിൽ സർവീസ് മേഖലയിലോ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലോ മാത്രമല്ല, മറ്റേതൊരിടത്തിൽ പോയാലും ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ സമൂഹത്തിൽ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ തുടരുക തന്നെയാണ്. തൊഴിലിടങ്ങളിൽ ആ പ്രശ്നം നേരിടുന്നുണ്ടോ? തൊഴിലിടങ്ങളിൽ എന്ന് ഞാൻ പറയില്ല. തൊഴിലിടങ്ങളിൽ ഒരു IAS ഓഫീസർ എന്ന നിലയിൽ ഒരു സ്ത്രീ എന്നതുകൊണ്ട് മാത്രം ഒരു വിവേചനം എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. എൻ്റെ സഹപ്രവർത്തകർ, പുരുഷന്മാരായിട്ടുള്ള സഹപ്രവർത്തകർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കൊടുക്കുന്ന അതേ ഗൗരവത എൻ്റെ തീരുമാനങ്ങൾക്കും
എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതേ തരത്തിലുള്ള അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ സഹകരണം എനിക്ക് ലഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉന്നത പദവി ശരിക്കും സിവിൽ സർവൻസ്, അതായത് IAS ആയാലും IPS ആയാലും IFS ഒക്കെ ആയാലും ആ പദവിയിൽ ഇരിക്കുന്നവരാണല്ലോ ഒരു നാടിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒക്കെ ബ്യൂറോക്രസി തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു വിവേചനമില്ല എന്ന് ഇപ്പോൾ താങ്കൾ പറയുമ്പോൾ തന്നെ ഒരു ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ വലിയൊരു അച്ചീവ്മെൻ്റ് നമ്മൾ നേടിയെന്ന് നമുക്ക് അഭിമാനിക്കാം. എന്തായാലും ഇത്രയും സമയം വാക്കും ഉറവാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു. ഒത്തിരി സന്തോഷം. താങ്ക് യു.